ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നതേ ഒരു നടീലുമായിട്ടാണേ. ഓറഞ്ച് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല. ഓറഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ? ഏത് രോഗാവസ്ഥയിലും, പനി വന്നാലും എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ വന്നാലും, ഒബ്സർവേഷനിൽ ഇരിക്കുമ്പോഴും സർജറി കഴിയുമ്പോഴും എല്ലാ സാഹചര്യത്തിലും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഓറഞ്ച് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ടെറസിലാണെങ്കിൽ പല തരത്തിലുള്ള ഓറഞ്ചുകളുണ്ട്. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഈ കോട്ടയത്തെ കൊടും ചൂടിൽ ഈ ഉയർന്നു നിൽക്കുന്ന ടെറസ് പോലെയുള്ള ഭാഗത്ത് ഓറഞ്ച് നട്ടു വളർത്താൻ പറ്റുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? നമ്മുടെ ആവശ്യത്തിനുള്ള ഓറഞ്ച് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടാനുണ്ട്. ഇതേപോലെ ഏതൊരാൾക്കും നമ്മളുടെ അടുക്കളത്തോട്ടത്തിൽ, ടെറസിലായാലും പറമ്പിലായാലും ഒക്കെ നമുക്ക് ഏത് കാലാവസ്ഥയിലും ഓറഞ്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ പറയുന്നത് പോലെ നട്ടുപിടിപ്പിക്കുകയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുവാണെങ്കിൽ. ഇപ്പം നമ്മളിത് ഇവിടുന്ന് എങ്ങോട്ട് നോക്കുവാണെങ്കിൽ പലതരത്തിലുള്ള ഓറഞ്ചാണ് ഇവിടെ കിടക്കുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള ഓറഞ്ചുകൾ ഉള്ളപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട, ആഗ്രഹിച്ചിരുന്ന ഒരു വെറൈറ്റി ഓറഞ്ച് നമുക്ക് കിട്ടാനിടയായിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് നട്ടുപിടിപ്പിക്കണ്ടേ? അപ്പം നമുക്കതൊന്ന് നട്ടുപിടിപ്പിക്കാനായിട്ട് നോക്കാം. നമ്മൾ ഈ ഓറഞ്ചിൻ്റെ തൈകൾ നട്ടുപിടിപ്പിക്കുമ്പം താരതമ്യേന കുറച്ച് വലിപ്പമുള്ള പാത്രം വേണം സെലക്ട് ചെയ്യാൻ. അതിന് നമുക്കൊരു 18 ഇഞ്ച് മുതൽ ഒരു 24 ഇഞ്ച് വരെ ഒക്കെയുള്ളൊരു സൈസുള്ള പാത്രമാണെങ്കിൽ, വാവട്ടവും അതുപോലെ ആഴവും ഉള്ള പാത്രമാണെങ്കിൽ അതാണ് എപ്പോഴും നല്ലത്. അപ്പം ഞാൻ ഈ പാത്രത്തിനകത്ത്, ഇത് ഏതാണ്ടൊക്കെ നട്ടുവെച്ചിരുന്ന ഒരു പാത്രമാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നട്ട് വളർത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്തെ സാധനം മുഴുവനും നമുക്ക് മാറ്റിയിട്ട് ഇതിനകത്ത് തുടങ്ങാം. ഞാൻ കൊട്ടയിലോട്ട് ഇത് മറിച്ചിടുന്നത് നമ്മൾ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം ഇതിനകത്തോട്ട് മറിച്ചിടാം. ഉണ്ടോ? അപ്പം പാത്രം കാലിയായിട്ട് കിട്ടിയിട്ടുണ്ടേ. പാത്രം കിട്ടിയ ഉടനെ നമ്മൾ നോക്കേണ്ടത് ആവശ്യത്തിന് ഡ്രെയിനേജിനുള്ള, വെള്ളം വാർന്നു പോകുന്നതിനുള്ള ഹോൾസ് ഉണ്ടോ എന്നാണ്. ഇപ്പം ഇതിനകത്ത് ഒരു 5-6 ഹോളുകൾ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ മണ്ണ് നിറയ്ക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ചെടി വെക്കുന്നതിന് മുന്നേ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ഹോളിനെ അടയ്ക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് പോട്ടിംഗ് മിക്സ് ആയിട്ടൊക്കെ കൊടുക്കുന്ന സാധനങ്ങളില്ലേ, അതുപോലെ ഇട്ട് കൊടുക്കുന്ന വളങ്ങളില്ലേ, അതെല്ലാം ഇതിൻ്റെ ഹോളിൽ കൂടെ ഒഴുകിപ്പോകാനുള്ള സാഹചര്യമുണ്ട്. അപ്പം അത് അടച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. അപ്പം ഞാൻ ഇത് കണ്ടോ, നമ്മുടെ ചെടിച്ചട്ടിയൊക്കെ പൊട്ടുമ്പം കിട്ടുന്നതാണേ. അപ്പം ഇതിനെ നമുക്കെടുത്ത് ഈ ഹോൾസ് അടയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. ഇത് ഇച്ചിരി വലിയ കട്ടയാണ്. അപ്പം ഞാൻ അത്രയും എടുക്കുന്നില്ല, കാരണം ഒരു 5 എണ്ണം വേണമല്ലോ ഇതിനകത്തോട്ട് വെക്കാൻ. അപ്പോൾ 2 നന്നായി ഇതിരുന്നോട്ടെ. 3 ഇത്രയും വലിയ ചട്ടി കഷ്ണം വെച്ച് കൊടുക്കുന്നതും സങ്കടമാണ്. കാരണം ഇതുപോലത്തെ ഈ ഓടുമുറി ഇപ്പം കിട്ടാനില്ല തീരെ. അപ്പം നമ്മളിത് അടച്ചു വെച്ചു. കണ്ടോ? അപ്പം ഇതിനകത്തോട്ട് ഞാൻ ആദ്യം കൊടുക്കുന്നത് കുറച്ച് വാഴക്കച്ചിയാണേ. കണ്ടോ? ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് വേണമെങ്കിൽ ശകലം തൊണ്ട് കഷ്ണം ഇട്ട് കൊടുത്താലും നല്ലതാണേ. അപ്പം ഇത് വാഴയുടെ തടയാ കേട്ടോ. വാഴ തടയെന്നാണോ? വാഴപ്പിണ്ടി, അത് തന്നെ, വാഴപ്പിണ്ടിയാണേ. ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് മണ്ണിട്ട് കൊടുക്കുവാണേ. കണ്ടോ? വളരെ കുറച്ച് മാത്രമാണ് മണ്ണിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി എന്നാ ചെയ്യുന്നതെന്നറിയോ? ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് ഉണങ്ങിയ ഇലയാണേ, കുറച്ച് ഉണങ്ങിയ ഇല ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് മാറ്റി നടാനുള്ള തൈ എടുത്തു വെക്കാൻ പോവാണേ. ഇതാണ് നമുക്ക് മാറ്റി നടാനുള്ള തൈ കേട്ടോ. ഇത് ലേബലൊക്കെ ഉണ്ട്. ഇത്രയും ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഇതിലും ചെറുതായിരുന്നതാണ്. കുറച്ചും കൂടെ ഒക്കെ വലിപ്പം വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മൾ മാറ്റി നടാൻ അറിയുന്നത് എങ്ങനെയാണെന്നറിയോ? ഇതിൻ്റെ ചവിട്ടിക്കൂടെ ഇതിനകത്തെ വേരുകൾ പുറത്തിറങ്ങാനായിട്ട് നോക്കും. ചെറിയ ചെറിയ വേരുകൾ വന്നു തുടങ്ങും. അപ്പം നമ്മൾ മനസ്സിലാക്കിക്കോണം ചെടിയെ മാറ്റി നടാറായി, അല്ലെങ്കിൽ ചെടി നിൽക്കുന്ന പാത്രം അവരുടെ വളർച്ചയ്ക്ക് പോരാ എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പം ഞാൻ ഇതിൻ്റെ കവർ അങ്ങ് കീറിക്കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. കണ്ടോ? ഇതുപോലെ അങ്ങ് കീറിക്കളയാതിരുന്നാൽ നമുക്കതിനെ വേറെ ഏതെങ്കിലും തൈകൾ നട്ട് വളർത്താനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. കണ്ടോ? വേര് കണ്ടോ? അതുപോലെ ഇവിടെയൊക്കെ നിറഞ്ഞ് വേരുകളായിട്ടുണ്ട്. ഈ മുകളിലത്തെ പുല്ലിനെ നമുക്കങ്ങ് പറിച്ച് കളഞ്ഞേക്കാം. അത് നമുക്ക് വളം ഉണ്ടാക്കാനും അതുപോലെ പൊതയിട്ട് കൊടുക്കാനും ഒക്കെ ഉപയോഗിക്കാം. അപ്പം ഇതിൻ്റെ കുറച്ച് മണ്ണ് നമ്മളങ്ങ് കളയുവാണേ. ഇവിടെ നമ്മളെ ഒന്ന് ഞെക്കി കൊടുക്കാം, കാരണം പൊട്ടിച്ചെല്ലാ വേരും കൂടെ, ഒന്നാമത് ഇപ്പം തിളയ്ക്കുന്ന ചൂടാണല്ലോ. അപ്പം ഇതിൻ്റെ വേരുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി. പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേളിലോട്ട് നടുക്ക് ഭാഗത്തായിട്ട് വെക്കണം കേട്ടോ.
ഇങ്ങനെ വെച്ചിട്ട് എന്നാ ചെയ്യേണ്ടതെന്നറിയോ? ഇത് ചാണകപ്പൊടിയാണേ, ചാണകപ്പൊടിയാണ് ഞാൻ ഇടാൻ പോകുന്നത് കേട്ടോ. ഈ ഓറഞ്ച് പോലെയുള്ള ചെടികളെന്ന് പറഞ്ഞാൽ അവർ നന്നായി വളരുകയും വിളവ് തരികയും ചെയ്യുന്നത് കുറച്ച് അസിഡിക് ആയിട്ടുള്ള മണ്ണിലാണ്. അപ്പോൾ അസിഡിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഇതേപോലെ ചാണകപ്പൊടി ഇടുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ചാണകപ്പൊടി അങ്ങോട്ട് ഇട്ടു. ഇനി നമുക്കിതൊന്ന് ചുറ്റിലുമായിട്ട് നിരത്തി കൊടുക്കാം. ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ട് മണ്ണിട്ട് കൊടുക്കും. അപ്പോൾ ഇത് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന മണ്ണാണേ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുക. കുറച്ച് മതി, കാരണം നമ്മളിപ്പം അടിയിലോട്ടൊക്കെ ഇലയല്ലേ ഇട്ടിരിക്കുന്നത്. ആ ഇലയുടെ മുകളിലോട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കും. എന്നിട്ട് ഞാനൊന്ന് എടുത്തു നോക്കട്ടെ. വെയിറ്റ് ഒരു വെയിറ്റും ഇല്ല കണ്ടോ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് പിടിക്കാം കണ്ടോ. അപ്പം ഇതുപോലെ വെച്ചിട്ട് ഇവിടെയാണെങ്കിൽ നല്ല സൂര്യപ്രകാശവും കിട്ടും കേട്ടോ. ഓറഞ്ച് നമ്മൾ നട്ട് വളർത്തുമ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ചാലേ നിറയെ പൂവുണ്ടാകുകയും കായ ഉണ്ടാകുകയും ചെയ്യത്തുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും ഒന്ന് നനച്ചു കൊടുക്കണം. ഇതിന് നനച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിട്ട ഈ മണ്ണില്ലേ, ഈ മണ്ണും ചാണകപ്പൊടിയും ഒക്കെ നല്ല പോലെ നനയത്തക്ക രീതിയിൽ ഇന്ന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും കണ്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട്, ഇനി ഇതുപോലത്തെ കൊടുംചൂടാണെങ്കിൽ നിങ്ങളൊരു 2 ദിവസം, ഇത് കണ്ടോ ഇതിൻ്റെ അടിയിൽക്കൂടെ വെള്ളം വരുന്നുണ്ടോ, ഇതുപോലെ വെള്ളം വാർന്നു വരണം. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇനി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലത്തെ കൊടും ചൂടാണെങ്കിൽ നിങ്ങളൊരു 1-2 ദിവസങ്ങളിൽ വെള്ളം ഒഴിച്ചു കൊടുത്തോ. ഇനി പേടിയുണ്ടെങ്കിൽ, ഇപ്പം ഇതിനെ ഞാൻ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ ഈ ടെറസേല വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് അവർക്ക് ഈ ടെറസേല ചൂട് സഹിക്കാൻ ഇപ്പോൾ പ്രാപ്തിയായിട്ടുണ്ട്. ഇനി അതല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന അവസരത്തിലാണ് വന്ന ഉടനെ തന്നെ മാറ്റി നടുവാണെങ്കിൽ 1 മാസം വരെ അല്ലെ ഒരു 2 ആഴ്ച വരെ എങ്കിലും തണലത്ത് വെച്ചിട്ട് വേര് പിടിപ്പിക്കാനായിട്ട് നോക്കണം കേട്ടോ. അല്ല ചിലപ്പോൾ ചെടി നഷ്ടമായി പോയെങ്കിൽ എന്നാ ചെയ്യും. ഇതുപോലത്തെ ചെടികളൊക്കെ മിനിമം 500 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും ഈ ഓറഞ്ച് മേടിക്കാനേ. അപ്പം ഞാൻ നിങ്ങളോട് ഇതിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. ഇതേ ബാരി സ്വീറ്റ് എന്ന് പറയുന്ന ഇനമാണേ. ഈ ബാരി സ്വീറ്റ് എന്ന് പറയുന്ന ഓറഞ്ച് നിങ്ങൾ ആരെങ്കിലും വളർത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ബാരി സ്വീറ്റ് ഓറഞ്ച് ഉണ്ടായി കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ഇടാൻ മറന്നു പോകല്ലേ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്? ഞാൻ ഭയങ്കര മധുരം ഉള്ളതാണെന്ന് കേട്ടിട്ടാണ് ഇത് വാങ്ങിച്ച് വളർത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരി ടേസ്റ്റ് എന്നാണ്? മധുരം ഉണ്ടോ? ഇത് നമ്മുടെ നാട്ടിൽ വളരുമോ? നിങ്ങളുടെ വീട്ടിൽ വളരുന്നുണ്ടോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് കമൻ്റ് ഇടാൻ മറന്നു പോകരുതേ. ഞാൻ കേട്ടിരിക്കുന്നത് ബാരി സ്വീറ്റ് നല്ലതാണെന്നാണ്. ഈ ബാരി സ്വീറ്റിൻ്റെ ഒപ്പം ഞാൻ മേടിച്ചുകൊണ്ട് വന്ന ഓറഞ്ചിൻ്റെ ടൈപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. വാ, ഇത് കണ്ടോ ഈ ചട്ടിക്കകത്ത് നിൽക്കുന്നേ കണ്ടോ. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തന്ന ചെടിയില്ലേ, അതിനേക്കാൾ എന്ത് വളർന്നെന്ന് കണ്ടോ. ഇത് ഞാൻ ഒരു 2 ആഴ്ചയെങ്കിലും ആയി കാണും ഈ പാത്രത്തിനകത്തോട്ട് മാറ്റി നട്ടിട്ട്. നല്ല ആരോഗ്യമുള്ള ഇലകൾ തന്നെയാണ് വളരുന്നത്. ഇതിൻ്റെ ഇനം എന്നാണെന്നറിയോ? മാൻഡ്രിൻ. ഇത് മാൻഡ്രിൻ ഓറഞ്ചാണേ. ഇത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു വിചാരം. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ മാൻഡ്രിൻ ഓറഞ്ച് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ പറയുന്നത് ഇതൊരു 6 മാസം കൊണ്ടൊക്കെ കായ്ക്കും എന്നാണേ. എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം 6 മാസം കൊണ്ട് ഉണ്ടാവുമോ നോക്കാം. എൻ്റെ ഒരു പൂച്ചക്കുട്ടൻ ഇവിടെ കളിക്കാൻ കയറി വന്നിട്ടുണ്ടേ. അവനെ ഇന്ദ്രജിത്തിനെ പേടിയാ, എൻ്റെ കൂടാണേ അവൻ വരും. അവനെ കാണുന്നുണ്ടോ? കണ്ടോ, അതല്ല സൂപ്പർ ചെറുക്കനാണ്. ഇതേ കൂടെ പോയപ്പോൾ എൻ്റെ വീട്ടിൽ കയറി അവൻ കമ്പനി അടിച്ചതാ. ഇപ്പം നമ്മൾ 2 ടൈപ്പ് ഓറഞ്ച് കണ്ടില്ലേ. ഒന്നിപ്പം നമ്മൾ നട്ടുപിടിപ്പിച്ച ബാരി സ്വീറ്റും, ഇത് കുറച്ച് ദിവസം മുന്നേ നട്ടുപിടിപ്പിച്ച മാൻഡ്രിൻ ഓറഞ്ചുമാണേ. ഇനി ഇത് കൂടാതെയുള്ള ഓറഞ്ചുകളെന്ന് പറയുന്നത്, അയ്യോ ദേ ഓറഞ്ച് നോക്കി വന്നപ്പോൾ കണ്ട പേരയ്ക്കാൻ നിൽക്കുന്നുണ്ടോ? ഞാൻ നോക്കട്ടെ. വിളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്ന 2 എണ്ണത്തിനെ കാണാതെ പോയി. ഒക്കെ കാക്കയോ കിളിയോ എന്തെങ്കിലും കൊണ്ടുപോയി കാണും. ഇത് പഴുത്താണോ എന്നൊന്നും എനിക്കറിയാം. ഞാൻ കടിച്ചു നോക്കിയിട്ട് പറയാം. പഴുത്തില്ല, വിളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നോക്കണോടാ. നല്ല കേട്ടോ, നല്ല മധുരമുണ്ട്. 1, 2, ഇവിടെ 3, ഇത് 2, 5, ഇപ്പം നമ്മൾ പറിച്ചു വന്ന 6, കിളി കൊണ്ടുപോയെന്ന് 7 പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 7 അല്ല, ഇത് ഇവിടെ കണ്ടോ കുഞ്ഞു 2 കണ്ടോ, 9, ഇത്രയും പേരയുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ചെയ്യേണ്ടതെന്നറിയോ? ഇതിൻ്റെ മണ്ട നമ്മളങ്ങ് വെട്ടിക്കളയണം. വീണ്ടും പുതിയ പുതിയ ശിഖരങ്ങളുണ്ടായിട്ട് അതിലുണ്ടായിക്കോളും കേട്ടോ. ഇത് കണ്ടോ നമ്മുടെ ചാമ്പ. ചൂട് കൂടുന്നതുകൊണ്ട് പല ചാമ്പപ്പൂവും പൊഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ദേ ഇതൊരിനം ഓറഞ്ചാണേ കണ്ടോ. ഇത് ഞാനൊന്ന് മുറിച്ച് കാണിക്കാവേ. ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാവേ. നല്ല ഓറഞ്ചിൻ്റെ മണം അതിന്.
ഇതുണ്ടോ, അകം കണ്ടോ, നല്ല സൂപ്പർ സാധനം കേട്ടോ. മധുരമാണ് സൂപ്പർ. ഞാൻ ദേ കയ്യിലോട്ട് ഒഴുകുന്നുണ്ടോ, ഇങ്ങനെ ഒന്ന് ഞെക്കിയാൽ മതി, ഇതുപോലെ വരും. നല്ല സൂപ്പർ ടേസ്റ്റാ. മേളിലോട്ട് നോക്കിയാൽ സൂര്യൻ കണ്ണി കുത്തുക, പക്ഷെ സൂപ്പർ ടേസ്റ്റുള്ള നല്ല ഇതാ കിട്ടുന്നത്. ഞാൻ ഇത് കുറച്ചെണ്ണം അങ്ങോട്ട് പറിക്കുവാണേ. വേനലിൻ്റെ ചൂട് കൊണ്ടാ ചെറുതാ. ഇനി ഇത് എവിടെ കണ്ടോ, 2 അമ്പഴങ്ങാപ്പഴം ഉണ്ടേ, ഞാൻ പറിക്കുവാണേ. നോക്കട്ടെ നല്ലതാണെന്ന്. അധികം പഴുത്തിട്ടില്ല. എന്താ ഇവിടെ ഒക്കെ പച്ചയാ, എന്നാലും പുളിയില്ല. പണ്ടത്തെ അമ്പഴം അറിയാലോ, ഓ എന്തൊരു പുളിയാന്ന്. ഇത് പച്ചയായിട്ടും കൂടെ അങ്ങനെ പുളിയ, ചെറിയ പുളിയുണ്ട് പക്ഷെ വലിയ പുളിയില്ല. ഇതെന്നാന്നറിയോ, നമ്മുടെ ചൈനീസ് ഓറഞ്ച്. എല്ലാം നല്ല പഴുത്ത് തന്നെ നിൽക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഓറഞ്ച് എന്ന പേരുണ്ട്, നല്ല ഓറഞ്ചിൻ്റെ മണമുണ്ട്, പക്ഷെ നല്ല പുളിയാണേ. അപ്പം നമ്മളിത് നാരങ്ങാ വെള്ളം ഉണ്ടാക്കാനാണ് നല്ലത്. നാരങ്ങാ വെള്ളം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരെണ്ണ ഇടാവുള്ളൂ കേട്ടോ, അല്ലെ ഭയങ്കര പുളിയാണേ. ഒരെണ്ണ ഇട്ടിട്ട് മിക്സിക്കകത്ത് അടിച്ചെടുക്കണം, വെള്ളവും പഞ്ചസാരയും ഇച്ചിരി പുതിനായും കൂടെ ചേർത്താൽ സൂപ്പർ. അപ്പം ഞാൻ എൻ്റെ 2 എണ്ണം കൂടെ പറിച്ചെടുക്കുവാണേ. പൂച്ചക്കൂട്ടൻ അവിടെ കിടന്ന് തുള്ളിച്ചാടുക. ഇത്ര എണ്ണം പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വേറൊരു ഇനമാണേ, കണ്ടോ, മാൾട്ട സ്വീറ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണേ. ഇതുണ്ടോ, ഉണ്ടാകുന്നുണ്ടോ എങ്ങനെയാന്ന് ഉണ്ടോ, കൊലയായിട്ടാണേ. ഇത് ആദ്യമായിട്ട് ഉണ്ടാകുന്ന കേട്ടോ. ഞാനിതിവിടെ വെച്ചിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പം തന്നെ ദേ ഇഷ്ടംപോലെ എണ്ണുണ്ട്. ചെറിയൊരു മഞ്ഞ നിറമൊക്കെ ആകുന്നുണ്ട്. ഇതിന് ശരിക്കും പറഞ്ഞാൽ പച്ചയായിരിക്കുമ്പോഴേ മധുരമുള്ളതാണെന്നാണ് പറയുന്നത്. എന്നാലും എനിക്ക് പറിക്കാനൊരു മനസ്സില്ല. ഇച്ചിരിക്കടെ വളരട്ടെ, നമുക്ക് പറിക്കാം കേട്ടോ. വേറെ ഒരെണ്ണം ഉണ്ടേ, ഇത് കണ്ടോ. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ പാത്രത്തിലോട്ടും മണ്ണിലോട്ടും ഒന്നും നട്ടില്ല. ഇതിൻ്റെ വെറൈറ്റിയും ഇതിൻ്റെ ടേസ്റ്റും ഒക്കെ ഒന്ന് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണേ. ഇത് ഏതാ വെറൈറ്റി എന്നറിയോ, ഇത് കണ്ടോ, ഇത്രയായിട്ടുണ്ട്. ഇത് ഈ ചെറിയ കണ്ടോ, ഈ അയ്യോ അതിനകത്ത് വേറെ ഇറങ്ങി വിട്ടോണ്ട് താഴോട്ട്. ഈ ചെറിയ ഗ്രോ ബാഗിലാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന അതേ പടിയാണേ. ഇപ്പം മണ്ണ് ഇളക്കി വേണം എടുക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഇത് നടാഞ്ഞ എന്നാന്നറിയോ, നല്ല മധുരമുള്ള ഇനമാണെങ്കിൽ മാത്രം നമ്മളിവിടെ പാത്രത്തിനകത്ത്, ഈ ടെറസേ മാത്രമാണല്ലോ ഞാൻ ചെയ്യുന്നത്, അപ്പം ഇട കളയണ്ടല്ലോ, നല്ല ഇനമാണേ വളർത്താം എന്ന് വിചാരിച്ചിട്ടാണേ. ഇത് കൽക്കട്ട സ്വീറ്റ് എന്ന് പറയുന്ന ഓറഞ്ചാണേ. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ലേബലും കളഞ്ഞിട്ടില്ല. ഈ ഉണ്ടായ കായ ഇതിന് ചെറിയൊരു മഞ്ഞനിറമൊക്കെ അതേ വരുന്നുണ്ട് കണ്ടോ, ചെറിയ മഞ്ഞനിറം വരുന്നുണ്ട്. ഇച്ചിരി കൂടെ നല്ലതായിട്ട് പഴുത്തിട്ട്, ഇനി നമ്മൾ പച്ചയായതുകൊണ്ടാണോ പുളി വന്നത് എന്നൊരു സങ്കടം വേണ്ട. നല്ലതായിട്ട് പഴുത്തിട്ട് തന്നെ നമുക്ക് പറിക്കാം. അപ്പം അതേ വീണ്ടും അതേ പൂക്കുകയും ചെറിയ കായും കൂടെ ഉണ്ടായി തുടങ്ങുകയും നല്ലപോലെ മുളയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ടേ ഞാനിത് മാറ്റി നടുന്നുള്ളൂ. ഇതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുകയും ചെയ്യാം, നിങ്ങളോട് പറയുകയും ചെയ്യാം കേട്ടോ. നല്ലതാണേലേ ഞാനിതിവിടെ നടുന്നുള്ളൂ. പിന്നെ നമുക്കിവിടെ ആദ്യകാലം മുതൽ കായ്ച്ചുകൊണ്ടിരുന്ന ഒരു ഓറഞ്ചാണ് ദേ ഈ പാത്രത്തിനകത്ത് നിൽക്കുന്നത് കണ്ടോ. ഇത് കുഞ്ഞ് ഓറഞ്ചാണ്, ഇത് കുറച്ചും കൂടെ വലുതാണ്. അതേലും ഇങ്ങനെ ഓൾ സീസണാണ് കേട്ടോ, എപ്പോഴും പൂ കാണും, എപ്പോഴും കായും കാണും. ഇതൊരെണ്ണം മഞ്ഞ നിറമായതാണേ കണ്ടോ, ഇതിൻ്റെ മൂക്കൊക്കെ കണ്ടോ, നല്ല സൂപ്പർ സാധനമാണ്. അപ്പം നമുക്ക് ഇതും കൂടെ ഇതിനകത്തേക്ക് ഇടാം. അപ്പം ഞാനതാണ് നിങ്ങളോട് പറഞ്ഞത്, ഇവിടെ കുറച്ച് വെറൈറ്റി ഓറഞ്ച് ഉണ്ട്. എന്നിട്ടും ഞാൻ ഇനി അവസാനിപ്പിച്ച ഞാൻ ഇനി വെറൈറ്റി ഓറഞ്ച് ഒന്നും ഞാൻ മേടിക്കുന്നില്ല. അത്യാവശ്യം ഇത്ര എണ്ണം മതി. ഇത് തന്നെ നല്ല എണ്ണം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്നാ ചെയ്യുന്നത്? ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം നട്ടുപിടിപ്പിച്ച വെണ്ടയില്ലേ, അതൊന്ന് നോക്കിയിട്ട് വരാവേ. നമ്മളിത് ഇവിടെ കുറച്ച് 1, 2, 3 വീതം ഓരോ സൈഡിലും വെണ്ട വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വെണ്ട കണ്ടോ താഴെ തൊട്ട് ഇതിൽ 1, 2, 3, 4 കാ പറിക്കാനുണ്ട്. വേറെ ഇഷ്ടംപോലെ മുട്ട ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇത് ഞാൻ ഇങ്ങോട്ട് പറിച്ചെടുക്കുവാണേ കണ്ടോ, നല്ല രസമല്ലേ. ഇതുപോലെയാണ് കണ്ടോ, എന്തുമാത്രമാണെന്ന് കണ്ടോ നിങ്ങൾ. വെണ്ടയുടെ ഇല കളയാതെ നമുക്ക് ഓരോന്ന് ഇങ്ങോട്ട് പറിച്ചെടുക്കാവേ. അപ്പം അതേ നമ്മുടെ കത്രി ഒരു ഉടങ്കൊല്ലി ഞാൻ വേറെ കത്രി എടുത്തുകൊണ്ടുവരാം. ഇത് നല്ല സൂപ്പർ വെണ്ടയ്ക്കാണ്. ഈ വെണ്ടയുടെ വിത്ത് വേണമെങ്കിൽ ചോദിച്ചോണം, തീരുന്നിടം വരെ തരാം. ചിലപ്പം നമുക്ക് സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ പിന്നെ കിട്ടാനൊക്കെ താമസം വരും. അപ്പം അതേ ഇത് വെച്ചിട്ട് നമുക്ക് വെണ്ടയ്ക്ക സ്റ്റൂവോ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയോ വെണ്ടയ്ക്ക തോരനോ ഒക്കെ നമുക്ക് വെക്കാം കേട്ടോ. ഇനിയുണ്ട് ഇന്ത്യ ഈ കുഞ്ഞു വെണ്ടയെന്ന് നമുക്ക് കണ്ടോ
ഇത്രയും വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ടേ. പിന്നെ ദേ ഇത് നമ്മുടെ പഴയ വെണ്ടയാ. ഇനി ഇതെല്ലാം പറിച്ച് കളഞ്ഞേച്ച് പുതിയ ഇനം നമുക്ക് വെച്ച് പിടിപ്പിക്കണം. പിന്നെ ദേ ഇവിടെ എവിടെയോ ഉണ്ട്. ഇത് വന്ന് നമുക്ക് അവിടെ വെക്കാൻ ഇടയില്ലാഞ്ഞിട്ട് അതിൽ നിന്ന് ബാക്കി വന്നതാണേ. ഇതുപോലെ വളഞ്ഞു പോകുന്നത് എന്നാന്നറിയോ, എന്തെങ്കിലും കീട ഇതിൻ്റെ ചോട്ടി പിടിക്കുമ്പോഴാണേ. അപ്പോൾ നമുക്ക് സാധാരണയാണെങ്കിൽ മീലി ബഗ്സ് ആയിരിക്കും. അപ്പോൾ അതുണ്ടെങ്കിൽ അതിന് മീലി ബഗിന് ചെയ്യാനുള്ള മരുന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിക്കോണം കേട്ടോ, കാ ചുരുണ്ടാലും ഇല ചുരുണ്ടാലും. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക് അത് ഇത്ര എണ്ണ ഉള്ളൂ ഈ ചോട്. ഇനി ഒരു 5-6 കൂടെ നമുക്ക് നട്ട് പിടിപ്പിക്കണം. ഇത് കണ്ടോ, ഈ ചീര എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യണ്ട, തന്നെത്താനെ കിളുത്ത് വരുന്നതാണ്. മണ്ട മുറിച്ച് കഴിഞ്ഞാൽ അത് ഇഷ്ടം പോലെ ശിഖരം വരും. ഞാനിപ്പം ഈ ഒരു ചെടി കാണിക്കാവേ. ഇപ്പം ഇതിൽ നിന്ന് ഞാനിതെല്ലാം കൂടെ അങ്ങോട്ട് പറിച്ചെടുക്കുക. അപ്പം നോക്കിക്കോണം, ഈ ഒരു ചെടിയേലെ ഇത്രേ ഇലകൾ മുറിക്കുമ്പോഴേ കണ്ടോ നമുക്ക് നല്ലൊരു തോരൻ വെക്കാനുള്ളത് കിട്ടും. കണ്ടോ, ഇതിൻ്റെ മണ്ട അടക്കം അങ്ങോട്ട് മുറിച്ചെടുത്തോണം. കണ്ടോ, ഇതുപോലെ ധാരാളം ഒരു തോരൻ വെക്കാനായിട്ട് ഇത്രയും മതി. ഇനി ഇതിവിടെ നിന്ന് വീണ്ടും പൊടിച്ചു വരുമ്പം അതും നമുക്കിതുപോലെ തോരൻ വെക്കാനായിട്ട് മുറിച്ചെടുക്കാം. പ്രത്യേകിച്ച് ഇവിടെ ഞാൻ ചീര നടേണ്ട ആവശ്യമില്ല. ഈ പെട്ടിക്കകത്ത് കണ്ടോ, അതിനകത്തും ഇതേപോലെ ഉണ്ടായി വരുക. അതിൻ്റെ കൂടെ കുഞ്ഞുങ്ങൾ കണ്ടോ. പക്ഷെ ഇതെല്ലാം ചൂടെ പറിച്ച് കളയണം. നമുക്കിതിനകത്ത് വേറൊരു സാധനം നട്ട് വളർത്തണമെങ്കിൽ. നമ്മൾ അന്ന് നിറച്ചിരുന്ന 2 പെട്ടി കണ്ടോ, അതിങ്ങനെ കിടക്കുവാണ്. നമുക്ക് ഇവിടോട്ട് കാബേജോ കോളിഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും നട്ട് നോക്കാം. ഞാൻ സാധാരണ ഈ വേനൽക്കാലത്തും ഇങ്ങനത്തെ സീസൺ മാറി ചെയ്യാറുള്ളതല്ല. ഞാൻ തൈ കിളിപ്പിച്ച് വെച്ചിട്ടുണ്ടേ, നമുക്കതൊന്ന് നടണം. ഇതന്ന് നമ്മൾ പാകി വെച്ചിരുന്ന, എനിക്ക് തോന്നുന്ന സ്നോ വൈറ്റ് ആണെന്നാണേ. സ്നോ വൈറ്റ് ആണോ ഡാർക്ക് ഗ്രീൻ ആണോ എന്നറിയത്തില്ല. ഇത് കുക്കുംബറിൻ്റെ തൈകളാണേ. അപ്പം ഞാൻ അവരെ ഒന്ന് നട്ടുവെക്കുക. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പ്ലാവിലക്കകത്ത് പാകിയതാ. പ്ലാവിലെന്നല്ല, പാത്രത്തിനകത്താലും പ്ലാവിലക്കകത്താലും സീഡ്ലിംഗ് ട്രേക്കകത്തായാലും ഒക്കെ നമ്മൾ പാകി വെച്ച് കഴിഞ്ഞാൽ ഇവർ മുളച്ചോളും. അപ്പോൾ ഇതിനകത്തൊരു 3 തൈയുണ്ട്, ഇതിലൊരെണ്ണേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ 2 എണ്ണത്തിൻ്റെയും കൂടെ എടുത്തുകൊണ്ട് വന്നത്. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മണ്ണിളക്കി ഇതുപോലെ നമ്മളൊരു കുഴി ഉണ്ടാക്കിയിട്ടുണ്ടേ. കണ്ടോ, ഇതിനകത്തോട്ട് നമ്മൾ എന്നാ ചെയ്യുന്നറിയോ, ഇത് നമ്മുടെ ചാണകപ്പൊടിയാണേ. കുറച്ച് ചാണകപ്പൊടി ഇട്ടു അതിനകത്തോട്ട്. ഇതാണേ. അപ്പോൾ ഇതിനകത്തുനിന്ന് ഈ തയ്യെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. കണ്ടോ, വേരോടെ കിട്ടി. ആ വേരാണ് ചാണകപ്പൊടിയെ മുട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് നമ്മളങ്ങ് നട്ടു കൊടുക്കുവാണേ. അപ്പോൾ നമുക്കിത് ഇതിനകത്ത് തന്നെ ഒരു കുഴിയും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് നടാം. കാരണം ഇത്ര ഇടയുണ്ടല്ലോ. അപ്പം അതിനകത്തോട്ട് ഇതുപോലെ ചാണകപ്പൊടി ഇട്ടിട്ട് അതിനകത്തേക്ക് നമ്മളിത് ഇതിനെ ഞാൻ ഇതേപോലെ തന്നെയാണ് നടുന്നത്. ഇത് മാത്രം ഒന്ന് അഴിച്ചു വിട്ടിട്ടുണ്ട്. പിന്നെ ഇതിനെ നമുക്ക് ഇതിൽ നിന്ന് ഇറക്കി വെക്കാം. ഇത് പ്ലാസ്റ്റിക് പാത്രമല്ലേ. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് ഇറക്കി വെച്ചു. ഇനി നമ്മൾ നല്ല പോലെ മണ്ണിട്ട് മൂടും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചുറ്റിനും കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം, ചൂടടിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ. ഇത് കണ്ടോ, നമ്മളിപ്പം നട്ടതുപോലെ അല്ലല്ലോ, അതിനേക്കാൾ വളർന്നിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെ വളർന്നപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതിന് കുറച്ച് മണ്ണിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ മണ്ണിട്ട് കൊടുക്കുമ്പം അതിൻ്റെ വളർച്ച കുറച്ചും കൂടെ കൂടും. ഈ അവസരത്തിലൊന്നും വളമിട്ട് കൊടുക്കണ്ട. നമ്മളിതിൻ്റെ ചോട്ടിലിട്ട് കൊടുത്ത ചാണകപ്പൊടിയും ഈ പോട്ടിനകത്തുള്ള വളവും ഒക്കെ മതി. ഇവരിവിടെ നിന്നങ്ങ് നല്ലപോലെ വളർന്നോളും. ഇതേപോലെ നമുക്ക് നാരകവർഗത്തിൽപ്പെട്ട എല്ലാ ചെടികളും നമുക്ക് നട്ടുപിടിപ്പിക്കാം. ഇങ്ങനെ നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ ഒരു 6 മാസം കൊണ്ട് തന്നെ നമ്മുടെ ചെടികൾ കായ്ച്ചു തുടങ്ങും, ഓറഞ്ച് കായ്ച്ചു തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.